ഹായ് ഓൾ. പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഐറ്റം തന്നെയാണ്. നമുക്ക് ജീവിക്കാൻ അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം എന്നൊന്നും പറഞ്ഞ പോലെ ഒരു സാധനമല്ല പെർഫ്യൂം. അപ്പോൾ അതിൽ തന്നെ പല ബജറ്റുകളിലായിട്ടുള്ള ഇറങ്ങുന്ന പെർഫ്യൂംസ് ഉണ്ട്. നമുക്ക് 300 രൂപയുടെ റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്ന പെർഫ്യൂംസ് ഉണ്ട്, അതുപോലെ 3000 രൂപയുടെ റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്ന പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപരിയായി ലക്ഷങ്ങൾ, ഒരു അൾട്രാ ലക്ഷറി എന്നൊക്കെ പറയാൻ പറ്റുന്ന പെർഫ്യൂംസിന് നമുക്ക് കാണാൻ പറ്റും. 30,000, 40,000, ചിലപ്പോൾ 1,50,000, 2,00,000 രൂപയുടെ ഒക്കെ റേഞ്ചിൽ വരുന്ന പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ അടുത്ത കാലത്ത് അത്യാവശ്യം ഹൈപ്പ് പിടിച്ചു പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ലൂയി വിത്തോൺ എന്ന ബ്രാൻഡിൻ്റെ ഇമാജിനേഷൻ. അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ജസീം എന്ന ഒരു സുഹൃത്ത് അതിൻ്റെ ഒരു 100 ml മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനതൊന്ന് ഒത്തിരി ഡീക്കൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലധികം ഒന്നും ബാക്കിയില്ല, ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി മുഴുവൻ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റേഷൻ കാര്യം ഫുൾ ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇരിപ്പില്ല. നമുക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനും എല്ലാം തന്നെ കാണിക്കാം. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായ് ഓൾ, ഐ എം സുഫിയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ആദ്യമായത് ജസീം എന്ന ഒരു സുഹൃത്തിൻ്റെ സഹായം കൊണ്ടാണ്. പുള്ളിയുടെ അടുത്ത് നല്ല കിട്ടിലം കളക്ഷൻ ഉണ്ട്. YSLൻ്റെ ബ്ലൂ ഇലക്ട്രിക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇത്തിരി ഡീക്കൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നല്ല ഹൈപ്പുള്ള ഒരു പെർഫ്യൂം ഉണ്ട്, ഗിസ്സ എന്ന ബ്രാൻഡിൻ്റെ ഇമ്പീരിയൽ വാലി. അപ്പോൾ അതും ഉണ്ടായിരുന്നു, അതും ഞാൻ നൈസായിട്ട് കുറച്ച് ഡീക്കൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻ, അതായത് സവാജ് ലൈനിലെ എല്ലാ പെർഫ്യൂംസും, പിന്നെ ഷനലിലെ ഫ്ലൂയിഡ് ഷനൽ, EDT പാർഫം എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ നൈസായിട്ട് നമുക്ക് ഇടയ്ക്ക് കുറച്ച് കാലം പോയി കഴിഞ്ഞിട്ട് കുറച്ച് ചാമ്പിയിട്ട് റിവ്യൂ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പെർഫ്യൂം ലൂയി വിത്തോൺ ഇമാജിനേഷൻ. ഇത് അവൻ മേടിച്ച് ലൂയി വിത്തോണിൻ്റെ ഡൽഹിയിലുള്ള ഷോറൂമിൽ നിന്നാണ്. അവിടേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് നമുക്ക് ഡെലിവർ ചെയ്ത് തരും. അപ്പോൾ നല്ല ഒരു ഓറഞ്ച് കളറിലുള്ള ബോക്സിലും ഒരു കവറിലൊക്കെയാണ് സാധനം വരുന്നത്. അപ്പോൾ അത് അവൻ കൊണ്ടുവന്നുണ്ടായില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത് പെർഫ്യൂം വരുന്നത് ഒരു മിനിമൽ ലുക്കുള്ള ഒരു വൈറ്റ് കാർഡ്ബോർഡ് ബോക്സിലാണ്. നമ്മുടെ അർമാനിയുടെ അക്വാഡിജിയോ EDP ഒക്കെ വരുന്ന ആ ഒരു സെയിം ടൈപ്പ് ബോക്സാണ്, ഒരു മിനിമൽ വൈറ്റ് കളർ ബോക്സ്. അപ്പോൾ ഇതൊരു EDP കോൺസെൻട്രേഷനാണ് വരുന്നത്, 100 ml ആണ്. പ്രൈസ് വന്നത് ഏകദേശം എനിക്കൊന്ന് 28,500 രൂപ എങ്ങാണ്ടാവും. അപ്പോൾ ബോക്സിൻ്റെ താഴെ നമുക്ക് പ്രൈസ്, ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പയറി ഡേറ്റോ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഫ്രാൻസ്, പിന്നെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ബോക്സാണ്, ഒരു വൈറ്റ് ബോക്സ്. മേലെ നമുക്ക് ലൂയി വിത്തോണിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. ബോട്ടിൽ നോക്കുകയാണെങ്കിൽ വളരെ മിനിമലായിട്ടുള്ളൊരു ബോട്ടിലാണ്, ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് പെർഫ്യൂം ഉള്ളിൽ വരുന്നത്. ക്യാപ്പ് ഒരു മാഗ്നറ്റിക് ക്യാപ്പൊക്കെയാണ്. അതിൻ്റെ മേലെ നമുക്ക് ലൂയി വിത്തോണിൻ്റെ ലോഗോ കാണാൻ പറ്റും. നല്ല അടിപൊളി ആറ്റമൈസറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. വീഡിയോ നല്ല സൂപ്പർ ക്വാളിറ്റിയിലൊന്നും ആയിരുന്നില്ല എന്നറിയാം, എന്നിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു സിട്രസി അല്ലെങ്കിൽ ഒരു സൂപ്പർ സിട്രസി ഫ്രഷ് ഗ്രീൻ സ്ലൈറ്റ്ലി സ്പൈസി സെൻ്റാണ്. അപ്പോൾ നമുക്ക് നോട്ട്സ് ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ സിട്രോൺ, കലാബ്രിയൻ ബെർഗമോ, സിസിലിയൻ ഓറഞ്ച്, മിഡിൽ നോട്ട്സ്, ടുണീഷ്യൻ നറോളി, നൈജീരിയൻ ജിഞ്ചർ, സിലോൺ സിന്നമൺ. പിന്നെ ബേസ് നോട്ട്സ് ആയിട്ട് ചൈനീസ് ബ്ലാക്ക് ടീ, ആംബ്രോക്സൺ, ഗയാ ഗ്രൂപ്പ്, ഒലിബാനം. അപ്പോൾ ഒരുമാതിരി കുറേ രാജ്യങ്ങളൊക്കെ പോയി കുറേ ഇൻഗ്രീഡിയൻസൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു എക്സോട്ടിക് സാധനം എന്നുള്ള പോലെയാണ് നോട്ട്സ് ബ്രേക്ക് ഡൗൺ വായിക്കുമ്പോൾ നമുക്ക് തോന്നുക. അപ്പോൾ ഇനി ഇത് ശരിക്കും എങ്ങനെയാണ് സ്മെല്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളാ ഒരു ഫസ്റ്റ് സ്പ്രേ ചെയ്ത ഉടനെ സിട്രസി എന്ന് പറഞ്ഞാൽ സൂപ്പർ സിട്രസ്, അതായത് നമുക്കൊരു ലെമണിൻ്റെയും ഓറഞ്ചിൻ്റെയൊക്കെ ഒരു മിക്സ് ഉള്ളൊരു സ്മെല്ലാണ് കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ പല ഫ്ലോർ ക്ലീനറൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ഒരു സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി അവിടെ നിന്ന് ഒരു ലെമണിൻ്റെയൊക്കെ മറ്റേ എയർ ഫ്രഷ്നർ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ആ ഒരു സ്മെല്ലിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സ്മെല്ലാണ് ഇതെന്ന് കിട്ടുന്നത്. ഞാൻ ഇതിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി പറയല്ല, എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു സ്മെല്ലാണ്, ഒരു ഫ്ലോർ ക്ലീനറൊക്കെ പോലെ. അപ്പോൾ കൂടുതലായിട്ടും അങ്ങനെ എനിക്ക് ചെറുതായിട്ടൊരു ലെമൺ ഗ്രാസ്, നമ്മുടെ പുൽത്തൈലം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീലും ഈ ഒരു സെൻറ്റിൽ നിന്ന് അങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത് ഇത്തിരി സമയം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇത്തിരിയുടെ സമയം കഴിയുമ്പോൾ നമുക്ക് ഇതിന് ജിഞ്ചറിൻ്റെ ആ ഒരു ഇഞ്ചിയുടെ ചാറിൻ്റെ സ്മെല്ലുണ്ടാകുള്ളൂ, അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു
സിട്രസും ഈ ഒരു ജിഞ്ചർ നോട്ട്സും കൂടെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് മാറുന്നുണ്ട്. ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ഫ്ലോർ ക്ലീനർ വൈബൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഇത്തിരി കൂടെ രസമായിട്ട് വരും. പിന്നെ നമുക്ക് ഒന്നുകൂടെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന സെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിന്നമൺ പട്ടയുടെ ഒരു സ്പൈസിനെസ് ഉണ്ട്. ഭയങ്കര സ്പൈസി ആണോ ഇല്ല, അത്രയും തന്നെ നിങ്ങൾ പട്ടയെടുത്ത് മണപ്പിച്ച് നോക്കും പോലെ ഒന്നുമല്ല. പക്ഷേ അതുപോലെ തന്നെ അത്രയും ഒരു സ്വീറ്റ് സ്മെല്ലോ ആണോ, ഭയങ്കര സ്വീറ്റ് ആണോ അല്ല, ഒരു ലൈറ്റ് സ്വീറ്റ്നെസ്, കുറച്ചൊരു സ്പൈസിനെസ്സും തോന്നുന്ന ഒരു സിന്നമണിൻ്റെ സ്മെല്ല്. അപ്പോൾ ഈ ഒരു നോട്ടാണ് ഇതിനെ ഒരു പക്ക സിട്രസി സ്മെല്ലായിട്ട് നിൽക്കുന്നതെന്നൊന്ന് ഡിഫറൻസ് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ടീ ലീവ്സിൻ്റെ അല്ലെങ്കിൽ തേയിലയുടെ ആ ഒരു പച്ചത്തിൻ്റെ ഫീലുള്ള സ്മെല്ല് കിട്ടും. ഒരു ചായപ്പൊടി എന്ന് എടുത്ത് മണപ്പിക്കും പോലെയല്ല, അല്ലാതെ ആ ഒരു ഇലകളുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ് നമുക്കിതൊന്ന് പിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡ്രൈ ഡൗണിലേക്ക് ഇത് സൂപ്പർ സ്മൂത്താണ്. ഒരു സോഫ്റ്റ് മസ്കിയൊക്കെ ആയിട്ടുള്ള ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്, ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു സ്മെല്ലാണ്, നല്ല കിടിലം ബ്ലെൻഡാണ്. പക്ഷേ തുടക്കം സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമായില്ല. തുടക്കം എനിക്ക് വല്ലാതെ ആ ഒരു ഫ്ലോർ ക്ലീനറിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സെൻ്റ് ആയതുകൊണ്ട് അത് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പക്ഷേ ഡ്രൈ ഡൗണിലോണ്ട് സൂപ്പർ സ്മൂത്താണ്, നല്ല ഒരു സോഫ്റ്റ് മസ്കി ഫീലൊക്കെ ഉള്ളൊരു സെൻ്റായിട്ട് ആ ഒരു ടീ ലീവ്സും പിന്നെ ഈ ഒരു സിട്രസും ഒക്കെ കൂടെ, പിന്നെ ആ ഒരു സിന്നമണിൻ്റെ ഒരു സ്ലൈറ്റ് സ്പൈസിനെസ്, ഭയങ്കര സ്പൈസി അല്ല, ഒരു ലൈറ്റ് സ്പൈസി, ഒരു ലൈറ്റ് സ്വീറ്റ് ആയിട്ടുള്ള ഫീലാണ് സിന്നമൺ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ അടിപൊളിയാണ്. ഒരു ലൈറ്റ് വുഡി ടച്ചും പിന്നെ ബേസിലോട്ടുണ്ട്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ഒന്നായിട്ട് ഫീൽ ചെയ്യില്ല. മെയിനായിട്ടും ഇതിൽ ആ ഒരു സിട്രസ് നോട്ടുകളാണ് കളിക്കുന്നത്. സിട്രസ് നോട്ട്സ് ഭയങ്കരമായിട്ട് പ്രൊനൗൺസ്ഡ് ആയിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. തുടക്കം മുതൽ ഏകദേശം കുറച്ചധികം സമയം അതിൻ്റെ പ്രസരിപ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിലേക്ക് ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു ജിഞ്ചറിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ സിന്നമണിൻ്റെ ചെറിയൊരു സ്പൈസിനെസ്സും പിന്നെ ഈ ഒരു ടീ ലീവ്സിൻ്റെ ഗ്രീൻ ഫീലൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പല പെർഫ്യൂംസും വ്യത്യസ്തമായിട്ടുള്ള മെമ്മറികളോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ മനസ്സിലുണ്ടാക്കുന്നത്. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ ജസീം എന്ന സുഹൃത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കഴിഞ്ഞ വീഡിയോയിൽ റിവ്യൂ ചെയ്തിട്ടുള്ള ഗനിമേഡ് എന്ന പെർഫ്യൂം കൊണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഞാനത് സ്പ്രേ ചെയ്തപ്പോൾ അവൻ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ചെരുപ്പിൻ്റെയൊക്കെ കടയിൽ പോയിട്ട് ഒരു ലെതർ ഷൂവോ അല്ലെങ്കിൽ ലെതറിൻ്റെ ചെരുപ്പൊക്കെ ആ ഒരു പെട്ടിയിൽ നിന്ന് തുറന്നെടുക്കുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടാവുമല്ലോ, അതുപോലെ ഫീൽ ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ ആൾക്കാർക്ക് ഒന്നുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഉണ്ടായില്ല. അപ്പോൾ അവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതുപോലുള്ളൊരു സ്മെല്ല് എനിക്കിത് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നത്. പക്ഷേ ഞാൻ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ ഒരു എന്താ പറയുക മെറ്റാലിക് റെയിൽസ്, നമ്മുടെ മഴ പൊടിഞ്ഞിരിക്കുന്ന ബാൽക്കണിയിലിരിക്കുന്ന ആ ഒരു റെയിൽസിനെ കുറിച്ചായിരുന്നു ഞാൻ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ജസീം പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ലെതർ, ശരിയാണ്, ആ ഒരു ലെതർ ഷൂവിൻ്റെ പുതിയ ഷൂകളും അല്ലെങ്കിൽ ചെരുപ്പൊക്കെ നമ്മൾ ആ പെട്ടിയിൽ നിന്ന് എടുക്കുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് അതൊന്ന് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റി. അപ്പോൾ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള പെർഫ്യൂമുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഇമേജുകളാണ് അവരുടെ മനസ്സിലുണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് എനിക്ക് മീസൺ അൽഹാംബ്രയുടെ ബ്രൈറ്റ് പീച്ച് എന്നൊരു ഈ ഒരു പെർഫ്യൂം ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തൈലമൊക്കെ മണക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പല റിലേഷനും ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നൊരു പിക്ചർ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ മൂന്നാറോ അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ കാണാറുണ്ട്, നല്ല രസമാണ് കാണാൻ. അതുപോലെയുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒപ്പം നടുക്ക് നമ്മൾ നിൽക്കാമെന്ന് വിചാരിക്കാം. മഴയൊക്കെ പൊടിഞ്ഞ് ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അന്തരീക്ഷത്തിൽ. നമ്മുടെ അടുത്തൊരു നാരങ്ങ കായ്ക്കുന്ന ഒരു മരമുണ്ട്, അതിൽ കുഞ്ഞ് കുറച്ച് പൂവുകളുണ്ട്, അതുപോലെ തന്നെ നാരങ്ങ കുറച്ചൊക്കെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും ഈ ഒരു നാരങ്ങയുടെ സ്മെല്ലും ആ ഒരു ചെറിയ പൂക്കളുടെ സ്മെല്ലും പിന്നെ നമ്മുടെ ചുറ്റിലുമുള്ള ആ ഒരു തേയിലകളുടെ സ്മെല്ലൊക്കെ നമുക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുമ്പോൾ ആ ഒരു ഫീലുണ്ടല്ലോ, അത് തരത്തിലുള്ളൊരു, അപ്പോൾ അങ്ങനെയുള്ളൊരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു എയറി ക്വാളിറ്റിയൊക്കെ ഉള്ള സെൻ്റാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു 10-20 സ്പ്രേ ഒന്നും അടിച്ചുകൊണ്ടൊരു പ്രശ്നമില്ല, നിങ്ങൾ ആരെയും ചോക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു സെൻ്റായിരിക്കില്ല. ഇത് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരു സ്കിൻ സെൻ്റല്ല, പക്ഷേ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സെൻ്റായിട്ട് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 തവണയാണ് ഇത് ഫുള്ളായിട്ട് വെയർ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 കണ്ടീഷനിലും ഇപ്പം മഴയൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടൊന്നുമില്ല. എന്നിരുന്നാലും അത്യാവശ്യം വെയിലൊക്കെ ഉള്ളപ്പോൾ പുറത്തൊക്കെ പോയി വന്നപ്പോഴും ഒരു 6-8 സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായി.
അങ്ങനെയൊക്കെ പോയി വന്നപ്പോഴും ഒരു 6+ hours ഒക്കെ തന്നെ ക്ലോത്ത്സിൽ ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. 8 മണിക്കൂറിന് മേലെയൊക്കെ ഉണ്ടായിരുന്നു ചില സമയത്ത്. പിന്നെ പ്രൊജക്ഷൻ ആദ്യത്തെ ഒരു മണിക്കൂറൊന്ന് കഴിയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും എന്താ പറയുക, ഒരു എയറി ക്വാളിറ്റിയുള്ള സെൻ്റാണ്. ചിലപ്പം അത്യാവശ്യം നല്ലൊരു സിയാജി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു സെൻ്റ് ഉണ്ടാവും. എന്നിരുന്നാലും ഒരു നമ്മുടെ ക്ലൈമറ്റിൽ ഭയങ്കര പ്രൊജക്ഷനൊന്നും പ്രതീക്ഷിച്ച് എടുക്കാൻ പറ്റിയൊരു പെർഫ്യൂം ആയിരിക്കില്ല അത്. നിങ്ങൾക്ക് ഓഫീസിൽ സേഫ് ആയിരിക്കും. പിന്നെ നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു സിട്രസി സെൻറ്റുകളോടൊക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണത്. പക്ഷേ 28,500 രൂപ 100 ml, 1 ml 285 രൂപ. ആ ഒരു പൈസയ്ക്ക് ഈ പെർഫ്യൂം വർത്താണോ, അല്ലെങ്കിൽ അത്രയും കൊടുത്ത് നിങ്ങൾ മേടിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. നിങ്ങൾക്ക് കുറേ പൈസ ബാക്കിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് 1-2 ബ്രാൻഡുകൾ, വലിയ ബ്രാൻഡൊക്കെ കയ്യിൽ വെച്ചാൽ നല്ലതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. അല്ലാണ്ട് ഇത് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഈ പെർഫ്യൂം മേടിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ ഞാൻ പറയും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്ററായിട്ട് നല്ല നീഷ് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതൊരു ഡിസൈനർ ഫ്രാഗ്രൻസിൻ്റെ സെറ്റപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു മാസ് പ്ലേസിംഗ് ആണ്, ഒരു നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ക്വാളിറ്റിയൊക്കെയുള്ള ബ്ലെൻഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം നിഷാനയുടെ നല്ല പെർഫ്യൂംസ് ഉണ്ട്, അത് ചിലപ്പോൾ ഒരു 17,000 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് 100 ml മേടിക്കാൻ പറ്റും. ഈവൻ പാർഫംസ് ഡെ മാർലി. സ്റ്റിൽ എന്താ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 28,000 രൂപയ്ക്ക് ഇത് മേടിക്കണമെന്ന് വെച്ചാൽ ഞാൻ റീഡിൻ്റെ വല്ല പെർഫ്യൂംസും ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നേ പറയൂ. കാരണം ഇതൊരു ഡിസൈനർ ഫ്രാഗ്രൻസിൻ്റെ സ്റ്റൈലാണ് ഇപ്പം നിൽക്കുന്നത്. എന്നിരുന്നാലും നല്ലൊരു പൈസ നമ്മൾ പേ ചെയ്യാൻ വേണം. ഒന്നാമത് ആ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ ആണ്. ലൂയി വിത്തോൺ എന്ന് പറയുമ്പോൾ അവർ ചുമ്മാ എന്തിറക്കിയാലും അതിൻ്റെ മേലെ LVന്ന് ബ്രാൻഡ് ലോഗോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൂടി. അപ്പോൾ ഒരു എന്താ പറയുക, ഡിയോർ ആണെങ്കിൽ അത്ര തന്നെ പൈസ വരണമെന്നില്ല. അപ്പോൾ അതുപോലെ ലൂയി വിത്തോൺ എന്ന ആ ഒരു ബ്രാൻഡ് വാല്യൂ, ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു പേര് കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രൈസ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കാനുള്ള പെർഫ്യൂം ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത്രയും പൈസയ്ക്ക് സ്പെയർ ആയിട്ട് കിടക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ചിലവാക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കാം. അല്ലാതെ നിങ്ങളൊരു നീഷ് പെർഫ്യൂമൊക്കെ ആഗ്രഹിച്ച് വാങ്ങിക്കാനാണ് താല്പര്യമെങ്കിൽ ഇതിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള പെർഫ്യൂംസ് എവിടെന്നേലുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക. ഡീക്കൻസ് ഒക്കെ മേടിച്ചിട്ട് ഇത് നിങ്ങൾക്ക് പറ്റിയതാണോ, അതായത് ആ ഒരു പൈസ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് വർത്താണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം മേടിക്കാമെന്ന് ഞാൻ പറയൂ. ഈവൻ മാൻസറയുടെ റെഡ് ടൊബാക്കോ ഞാൻ മേടിച്ചായിരുന്നു. ഞാൻ പൊതുവെ ബ്ലൈൻഡ് ബൈ ആണ് ചെയ്യാറ്, അപ്പോൾ നമുക്ക് എന്താ ഒരു ത്രില്ലാണ്, അപ്പോൾ അതുപോലെ മേടിക്കാറുണ്ട്. അപ്പോൾ അതൊരിക്കലും ഞാൻ പുതിയതായിട്ട് പെർഫ്യൂംസിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ ഹൈപ്പ് കേട്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു പെർഫ്യൂം മേടിക്കരുത്. നിങ്ങളൊരു ഫ്രഷ് ഫ്രാഗ്രൻസ്, കൂൾ വാട്ടറോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹവാസ്, റസാസി ഹവാസോ അല്ലെങ്കിൽ ഇൻവിക്ടസ് ടൈപ്പ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആണെങ്കിൽ ഒരിക്കലും കണ്ണും പൂട്ടി റെഡ് ടൊബാക്കോ പോലുള്ള പെർഫ്യൂം ഒന്നും മേടിക്കാൻ പോരുത്. നല്ല പൈസയും വരുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചോളണമെന്നില്ല. ഇത് അതിൻ്റെ സ്ഥാനത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സെൻ്റാണ്, ആർക്കും ഒരു പ്രശ്നവും തോന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയ പോലെയുള്ള ഫ്ലോർ ക്ലീനർ വൈബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പൈസ മുടക്കി എന്തിനാണെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു പെർഫ്യൂം ഇതിന് വർത്താന്ന് ഞാൻ പറയില്ല. ഇത് ഈ ഒരു പ്രൈസ് വെച്ചിട്ട് ഞാൻ ഒരിക്കലും മേടിക്കില്ല. ചിലപ്പം കളക്ഷനിൽ വെക്കാൻ ഒരു കുഞ്ഞു ബോട്ടിലിൽ കുറച്ച് അടിയിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാർസലൊക്കെ പോലെ വാങ്ങിച്ച് ഒരു ഷോക്കുള്ള പോലെ വെക്കുന്നല്ലാണ്ട്, അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് പേഴ്സണൽ യൂസിന് ഒരു 100 ml മേടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വേറെ വല്ല നീഷ് ബ്രാൻഡുകളിലൊക്കെ പോയി സെർച്ച് ചെയ്തിട്ട് നല്ലൊരു പെർഫ്യൂം കണ്ടുപിടിക്കാനേ ശ്രമിക്കുക. അപ്പോൾ ഹൈപ്പിനുള്ള ഒരു മുതലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് ഞാൻ പറയും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ഹൈപ്പിനുള്ള സാധനമൊന്നുമില്ല, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ സ്മൂത്ത് ബ്ലെൻഡുകളാണ്. നിങ്ങൾക്കൊരു 12,000 രൂപയുടെ റേഞ്ച് കിട്ടുകയാണെങ്കിൽ ഹൈപ്പിനുള്ള സാധനമൊക്കെ എന്തായാലും ഉണ്ട്. 15,000 താഴെയാണെങ്കിലും, കാരണം ലൂയി വിത്തോണിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ട് കുറച്ചധികം പൈസ ഉണ്ടാവും. എന്നാലും 15,000 താഴേക്കാണെങ്കിൽ മാത്രമേ ഇത് മേടിക്കാവൂ. 28,000 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം വലിയ പൈസയാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം നീണ്ടുപോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും റാപ്പ് ചെയ്യാണ്. നിങ്ങളുടെ തോട്ട്സൊക്കെ അറിയിക്കാം. എങ്ങനെയാണ് നിങ്ങളൊരു സെൻറ്റിനെ വിലയിരുത്തുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. കുറേ ക്ലോൺസ് ഒക്കെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്, എന്താ ഷോക്ക് ഡിസൈൻ എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.